ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ അടക്കം ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ മൗനം തുടരുകയാണ്. RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ADGP തന്നെ സമ്മതിച്ചിട്ടും നടപടിയിലേക്ക് സർക്കാർ കടന്നിട്ടില്ല. ഇക്കാര്യത്തിൽ പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും കടുത്ത അതൃപ്തിയുണ്ട്. TP സെൻകുമാറുമായി ബന്ധപ്പെട്ട വിഷയം ഉയർന്നു വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷത്തെ പരിഹസിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സെൻകുമാർ RSS പാളയത്തിലാണ് എന്ന് പറഞ്ഞതായിരുന്നു അന്ന് പിണറായി വിജയൻ പ്രതിരോധം തീർത്തത്. RSS മേധാവിയുമായി ഗവർണർ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അതിനെതിരെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ വിമർശനമുയർത്തിയിരുന്നു. എന്നാൽ ക്രമസമാധാന ചുമതലയുള്ള ADGP RSSന്റെ ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് സർക്കാർ ഇപ്പോൾ. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത CPM നിലപാട് സംസ്ഥാന സെക്രട്ടറി വിശദീകരിക്കുന്നുണ്ട്. ആദ്യം RSS നേതാവുമായുള്ള കൂടിക്കാഴ്ചയെ MV ഗോവിന്ദൻ ന്യായീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിവാദമുയർന്ന് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി മൗനം വെടിഞ്ഞിട്ടില്ല. MR അജിത് കുമാറും RSS നേതാവും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ മുന്നണിക്കുള്ളിൽ തന്നെ എതിരഭിപ്രായമുണ്ട്. ഈ വിഷയത്തിൽ നടപടി വേഗത്തിൽ വേണമെന്ന ആവശ്യം CPMലേക്കും സർക്കാരിലേക്കും ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുമുണ്ട്. ഇതോടെ മുഖ്യമന്ത്രിക്ക് മേൽ സമ്മർദ്ദം വർദ്ധിക്കുകയാണ്. സംഘപരിവാർ വിരുദ്ധ പോരാട്ടം നടത്തുന്നെന്ന് പറയുമ്പോഴും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ നടപടികൾ ഉണ്ടാവുന്നില്ല എന്ന അഭിപ്രായം പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. അജിത് കുമാറിനെതിരെ നടപടിയെടുക്കേണ്ട അവസരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നുവെന്നാണ് നിലവിലെ സൂചന. നടപടി വൈകിയാൽ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ പരസ്യമായ എതിർ ശബ്ദങ്ങൾ വീണ്ടും ഉയരും എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. എന്നാൽ ADGP RSS കൂടിക്കാഴ്ചയിൽ CPMനെ കൂട്ടിക്കെട്ടേണ്ട എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ പറയുന്നത്. നടപടിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണെന്ന് നിലപാടെടുത്തുകൊണ്ടാണ് CPM കൈമലർത്തുന്നത്. സർക്കാർ കാര്യത്തോടെ CPMനെ കൂട്ടിക്കെട്ടേണ്ട എന്ന് തന്നെയാണ് പാർട്ടി സെക്രട്ടറിയുടെ നിലപാട്. സർക്കാർ വിഷയങ്ങളിൽ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ADGP RSS കൂടിക്കാഴ്ചയിൽ CPIക്ക് മാത്രമല്ല CPMനും അതൃപ്തിയുണ്ടെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ADGP ആരെ കണ്ടാലും പാർട്ടിക്ക് പ്രശ്നമില്ല എന്നും സംഭവത്തിൽ വിവാദമുണ്ടാക്കിയത് മാധ്യമങ്ങളാണ് എന്നും പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട്. സന്ദർശനത്തെ തൃശൂർ പൂരമായി കൂട്ടിക്കുഴയ്ക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ സമീപനത്തെയാണ് എതിർത്തതെന്നും തൃശൂരിൽ കോൺഗ്രസ് ആണ് BJPയെ വിജയിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂരിലെ കോൺഗ്രസ് BJP ബന്ധം കണക്കുകളിൽ നിന്ന് വ്യക്തമാണെന്നും ഇപ്പോൾ നടക്കുന്നത് ആടിനെ പട്ടിയാക്കുന്ന രീതിയാണെന്നും MV ഗോവിന്ദൻ പറയുന്നുണ്ട്. ADGP RSS കൂടിക്കാഴ്ചയെ തുടർന്ന് ഉയർന്നുവരുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ CPMനെ ബാധിക്കുന്നതല്ല എന്നാണ് LDF കൺവീനറായ TP രാമകൃഷ്ണന്റെ പ്രതികരണം. ADGP CPMന്റെയോ LDFന്റെയോ പ്രതിനിധിയല്ല എന്നും അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നും അതിന്റെ പേരിൽ സർക്കാരിനെ ഉലയ്ക്കാമെന്ന് ആരും കരുതേണ്ട എന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. ADGP RSS നേതാവിനെ കണ്ടുവെന്നത് അദ്ദേഹം തന്നെ സമ്മതിച്ചതാണ്. കണ്ടോ എന്നതിലല്ല, എന്തിനു കണ്ടു എന്നതാണ് അറിയേണ്ടത്. ADGPയെ സംരക്ഷിക്കേണ്ട ആവശ്യം തങ്ങൾക്കില്ല എന്നും വീഴ്ച വരുത്തുന്ന എല്ലാവർക്കുമെതിരെയും നടപടിയുണ്ടാകുമെന്നും വീഴ്ച വരുത്തിയവരോടുള്ള സർക്കാർ നിലപാട് വ്യക്തമാക്കുന്നതാണെന്നും സുജിത് ദാസിനെതിരായ നടപടിയെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിക്കാമെന്ന് ആരും കരുതേണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. തൃശൂർ പൂരം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയം സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സർക്കാരിനോടാണ് അത് അന്വേഷിക്കേണ്ടത്. പൂരം വിഷയം ഗൗരവമായി അന്വേഷിക്കേണ്ടതാണ്. ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടണം. കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിൽ അത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്നുമാണ് TP രാമകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. ഇതോടെ ഒരു കാര്യം വ്യക്തമാവുകയാണ്. യഥാർത്ഥത്തിൽ ADGPയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രി മൗനം തുടരുകയാണ്. അദ്ദേഹത്തിനെതിരെ സസ്പെൻഷൻ പോലുള്ള ചെറിയ നടപടിക്രമങ്ങളിലേക്ക് പോലും സർക്കാർ നീങ്ങുന്നത് ഇത്ര വലിയ കോളിളക്കം പുറത്തുനിന്ന് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മാത്രമാണ്. അതുവരെ മുഖ്യമന്ത്രി തുടർന്ന് ഈ മൗനം എന്തിനായിരുന്നു എന്ന ചോദ്യവും അവിടെ അപ്പോഴും പ്രസക്തമാണ്. എന്നാൽ അതേസമയം തന്നെ സർക്കാരിന് മേൽ പതിച്ചിരിക്കുന്ന ഈ നിഴലിനെ CPM പൂർണ്ണമായും തള്ളിക്കളയുന്ന സാഹചര്യമാണ്. സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലാണ് MV ഗോവിന്ദന്റെ പ്രതികരണം വരുന്നത്. എന്നാൽ MV ഗോവിന്ദൻ പിണറായി വിജയനെ തള്ളിക്കൊണ്ട് പുറത്തു വരുന്ന സാഹചര്യത്തിൽ LDFന്റെ തീരുമാനം അത് സർക്കാരിനെ കൂടെ നിർത്തുക എന്ന് തന്നെയാണ്, പിണറായിക്ക് സംരക്ഷണം ഒരുക്കുക എന്നത് തന്നെയാണ്.